നല്ല രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ രതീഷിന് പ്രത്യേകം നന്ദി പറയുന്നു. വിശുദ്ധനാണ് എന്നെ ടെലിഫോണിൽ ബന്ധപ്പെട്ടത്. ഈ ദേശത്ത് വന്ന് എങ്ങനെ സുവിശേഷം പറയാൻ ദൈവത്താൽ നിയോഗിതനായി എന്നെ അറിയിച്ചതും ഇത് രാത്രി മഹായോഗം അധ്യക്ഷം വഹിക്കുന്ന കർത്താവിൻ്റെ അഭിഷേകൻ പ്രാർത്ഥനയിൽ ലീഡ് ചെയ്ത വിശ്വാദാസ് പാസ്റ്റർ, ഞാൻ ഏറെ സ്നേഹിക്കുന്ന പാസ്റ്റർ, ഒട്ടുമിക്ക ഇൻസ്റ്റംസ് വായിക്കുന്നവരെയൊക്കെ മുഖപരിചയമുണ്ട്. ജോണ് എൻ്റെ മോനെ പോലെ ഞാൻ സ്നേഹിക്കുന്നൊരു പൈതല. ഒത്തിരി വർഷങ്ങൾ മുമ്പ് മുതൽ അറിയാം. നല്ല അനുഗ്രഹിക്കപ്പെട്ട നല്ല മ്യൂസിക് ടീം. പാട്ടൊക്കെ കേട്ടോണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇന്ന് രാത്രി മ്യൂസിക് പ്രോഗ്രാം മതിയായിരുന്നു അവസാനം വരെ. പക്ഷെ അങ്ങനല്ലല്ലോ. ഈ ടീമിൻ്റെ പേര് ഗുഡ് ന്യൂസ് എന്നായി പോയില്ലേ. ഗുഡ് സോങ് എന്നായിരുന്നെങ്കിൽ അങ്ങനെ ആക്കായിരുന്നു. വളരെ ഭംഗിയായി ചന്തമായി ഉചിതമായി മഹായോഗം ക്രമീകരിച്ചവർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഈ വചനം എത്തിക്കുന്ന സോഷ്യൽ മീഡിയ പ്രവർത്തകർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവരെയും സർവശക്തനായി ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതൊരു സുവിശേഷ മഹായോഗമായതുകൊണ്ട് ഇത്രയും മൗനം വേണ്ട. ഇടയ്ക്കൊക്കെ സ്തോത്രമോ ശബ്ദമൊക്കെ ആകാം, കുഴപ്പമില്ല. ആരും വഴക്ക് പറയത്തില്ല. ചില യോഗങ്ങളിലൊക്കെ ശബ്ദം ഉണ്ടാക്കരുതെന്ന് പ്രത്യേക ആൾക്കാർ പറയും അല്ലേ. പക്ഷെ ഞങ്ങൾ പറയുന്നത് ഇടയ്ക്കൊക്കെ ശബ്ദം ഉണ്ടാക്കണം. കാരണം നമ്മൾ ശബ്ദമുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവിന് നന്ദിയോട് സ്തോത്രം പറഞ്ഞാട്ടെ. എന്നോടൊരു 100 അതിൽ കൂടുതൽ പേര് എൻ്റെ ശബ്ദം കേട്ടിട്ട് ചോദിച്ചിട്ടുണ്ട്, പ്രഭാഷകനാണല്ലേ? എന്തിനേറെ പത്രോസിനോട് തീ കാഞ്ഞിട്ടിരുന്നപ്പോൾ ആ സ്ത്രീ ചോദിച്ചല്ലോ, നിന്റെ ശബ്ദം കേട്ടിട്ടൊരു പാസ്റ്ററുടെ ശബ്ദം പോലുണ്ട്. അമ്മയെ നമ്മൾ ശബ്ദമുള്ളവരാണ്. പ്രത്യേകിച്ച് ദൈവത്തെ സ്തുതിക്കുന്നവരുടെ ശബ്ദമുള്ളവരാണ്. നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അവർണ്ണനീയവും അഗോചരവും അപ്രമേയത്വം തുളുമ്പി നിൽക്കുന്നതും ആഴമേറിയതുമായ ദൈവത്തിൻ്റെ ആലോചനയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ അയോഗ്യനായിരുന്നതിനെ തെരഞ്ഞെടുത്ത് യവനീതലത്തിൽ ഒരു പ്രാവശ്യം കൂടെ നിർത്തിയ ദൈവത്തിന് സകല മാനവും മഹത്വവും ഞാൻ അർപ്പിക്കുന്നു. കർത്തൃജീവിതങ്ങളുടെ കമനീയമായ കരങ്ങൾക്ക് കാര്യരുവിൻ്റെ ചങ്ങലകിട്ട കപട ചടുല മത വേഷധാരികളെ ഞെട്ടിച്ച് കാലത്തിൻ്റെ കാർമേഘപടലങ്ങൾ മാറ്റി കാൽവറിയുടെ കുലത്തളത്തിലെ കൽപ്പടവുകൾ ചവിട്ടിക്കയറിയ കരുണാമയനായ കർത്താവിൻ്റെ പാദപീഠത്തെങ്കിൽ ഇന്ന് രാത്രി ഒരു പ്രാവശ്യം കൂടി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. വിരൽ തുമ്പുകൊണ്ട് വൃത്തിയാക്കിയ വിഗ്രഹങ്ങളെ വിപണിയിൽ വിലപേശി വിറ്റ് ഊരിൻ്റെ തെരുവീതിയിൽ നേരില്ലായ്മയുടെ നെറികേടിൻ്റെ വിത്തുപാകിയ തേരകൻ്റെ മകനായ അബ്രഹാമിനെ വറുമയുടെ വറചട്ടിയിലിട്ട് വറുത്തെടുത്ത് വാഗ്ദത്തത്തിൻ്റെ ഉലയിൽ കാച്ചിപ്പഴുപ്പിച്ച് വിശ്വാസത്തിൻ്റെ നെറുകയിൽ നിർത്തി കൃപയുടെ അരം കൊണ്ട് രാഗി മിനുക്കി വിശ്വാസത്തിൻ്റെ പിതാവാക്കി മാറ്റി വെളിപ്പാട് കൊണ്ട് ഒപ്പിയെടുത്ത സർവേശ്വരനായ ദൈവം ഉയിരില്ലാത്ത ഊരിലെ ദൈവങ്ങളെ ഉണ്ടുമൂട്ടി മൂഞ്ഞാലാട്ടി മുറക്കി നടന്ന ഉയിരില്ലാത്ത ദൈവങ്ങളുടെ പുറകിൽ നടന്ന അബ്രഹാമിനെ അവൻ വെളിപ്പാട് കൊണ്ട് ഒപ്പിയെടുത്ത് വിളിച്ചിറക്കി അവൻ ആകാശത്തിലെ നക്ഷത്രം പോലെ ഭൂമിയിലെ മണൽത്തരി പോലെ നിനക്ക് ഞാൻ സന്തതിയെ തരുമെന്ന് വാഗ്ദത്തം കൊടുത്ത് വാഗ്ദത്തം കൊണ്ട് കവർ ചെയ്ത് കൂടെ നിർത്തി അവസാനം വരെ തമ്പുരാൻ നടത്തിയ ആ അബ്രഹാമിൻ്റെ ദൈവം ഇന്ന് രാത്രി ഈ അബ്രഹാമിൻ്റെ കൂടെയും ഈ ദേശത്തുണ്ടെന്ന് വിശ്വസിക്കുന്നവരുടെ ആരാധന, അവരുടെ സ്തോത്രങ്ങൾ ഈ ഗ്രൗണ്ട് മുഴുവൻ മുഴങ്ങട്ടെ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചോട്ടെ. അവൻ ശ്രദ്ധിച്ചു കേട്ടോ, എല്ലാവരും അറിഞ്ഞിരിക്കണം. 8810 വാഗ്ദത്തങ്ങളും 5 യാഗങ്ങളും 7 പെരുന്നാളുകളും. ആമേൻ. പുറപ്പാട്, ലേവ്യ, സംഖ്യ, ഉൽപ്പത്തി, ആവർത്തനം തുടങ്ങിയ 5 പുസ്തകങ്ങളിൽ അക്ഷരങ്ങൾ മുഴുവൻ കാണാപ്പാടം പഠിച്ച് പെന്ററ്റുക്ക് വഴി ഉപദേഷ്ടാവെന്ന പദ അലങ്കാര വേദിയിലേക്ക് വന്ന എന്തിനേറെ അതിനുമപ്പുറത്ത് ഞാൻ പറയാം, വേദപുസ്തകത്തിലെ ആമേൻ പഴയ നിയമത്തിലെ തൽമൂദിൻ്റെ കഥകൾ മുഴുവൻ പഠിച്ച് സെപ്റ്റുവജനും തൽമൂദും ഖഗടയും വിഷ്ണയും കാണാപ്പാടം പിടിച്ച് നാട്ടിൽ ഉപദേഷ്ടാവെന്ന പേരിൽ അറിയപ്പെട്ട ആമേൻ നിക്കോദിമോസിന്റെ മുഖത്ത് നോക്കി ചങ്കത്ത് വിരൽ ചൂണ്ടി യേശു പറഞ്ഞു, വീണ്ടും ജനിച്ചില്ല എങ്കിൽ നീ സ്വർഗരാജ്യം അവകാശമാക്കില്ല. നിനക്ക് 7 പെരുന്നാൾ അറിയാം, 5 യാഗങ്ങൾ അറിയാം, 8810 വാഗ്ദത്തങ്ങൾ അറിയാം, ഉൽപ്പത്തിയും പുറപ്പാട് കാണാപ്പാടും അറിയാം. പക്ഷെ സാധനപ്പെടണം.
അതാ വചനം. ഇന്ന് രാത്രിയും നിനക്കെന്തറിവുണ്ട്? നിനക്ക് എത്ര കഴിവുണ്ട്? നീ എത്ര പ്രസംഗം പ്രസംഗിച്ചിട്ടുണ്ട്? എത്ര രാജ്യത്ത് പ്രസംഗിച്ചിട്ടുണ്ട്? എത്ര കൺവെൻഷനെ പ്രസംഗിച്ചിട്ടുണ്ട്? അതൊക്കെ നല്ലതാ. പക്ഷെ ഇന്ന് രാത്രി തമ്പുരാൻ പറയാ, നിനക്കൊരു മാറ്റം വേണം. കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ നീ എടുക്കപ്പെടണമെങ്കിൽ ആമേൻ, നിന്റെ അറിവ് പോരാ. ഇന്ന് രാത്രി രോഗശാന്തി പ്രാപിച്ചവരും കൂടെ കേട്ടോണ്ടേ പോകാവൂ. എനിക്ക് ക്യാൻസർ സൗഖ്യമായതാണ്, നല്ലതാ എന്നൊരാൾ പറഞ്ഞാൽ അത് നല്ലതാ. ഒരാൾ പറയാണ് എനിക്ക് കർത്താവ് അത്ഭുതം വിടുതൽ തന്നാ, നല്ലതാ. ഞാൻ ഭൂതബാധിതനായിരുന്നു, ദൈവം എന്നെ വിടുവിച്ചു, നല്ലതാ. പക്ഷെ ഇതൊന്നും പറഞ്ഞാൽ കാഹളം ധ്വനിക്കുമ്പോൾ പോവുകയല്ല. കമോൺ 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 ആമേൻ. കാഹളം ധ്വനിക്കുന്ന സമയത്ത് ഒരാൾ പറയാണ് ഞാൻ സൗഖ്യം പ്രാപിച്ചതാ. അവിടെ നിൽക്കി. നീ വചനമനുസരിച്ചിട്ടുണ്ടോ? സത്യവേദ പുസ്തകം അനുസരിച്ചിട്ടുണ്ടോ? ആമേൻ. 1189 അധ്യായം 31,173 വാക്യം 8,10,694 വാക്കുകൾ അടങ്ങിയ സത്യവേദ പുസ്തകത്തിന്റെ ആധികാരികതയിലേക്ക് ഇന്ന് രാത്രി നമ്മൾ ഇറങ്ങാൻ പോവുക. കൃപയുള്ളവർ ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ എൻ്റെ കൂടെ നിൽക്കണം. കർത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നൊരു പ്രാവശ്യം കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് 1 കൊരിന്ത്യർ 2-ാം അധ്യായം 15-16 വാക്യങ്ങൾ ഒരു താക്കോൽ വാക്യമായി വായിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ ആരംഭിക്കുന്നു. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. ആത്മീകനോ സകലത്തെ വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവൻ ആർ? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. 16-ാമത്തെ വാക്യം കർത്താവിന്റെ ദാസി ഒന്ന് നിർത്തി ഒന്നുകൂടെ വായിച്ചേ. കർത്താവിന്റെ മനസ്സ് അറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവൻ ആർ? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇന്ന് രാത്രി തമ്പുരാൻ പറയുക, കാഹളം ധ്വനിക്കുമ്പോൾ എടുക്കപ്പെടുവാൻ ഏറ്റവും കുറഞ്ഞ പക്ഷം നിനക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷൻ കർത്താവിന്റെ മനസ്സുള്ളവനായിരിക്കണം. ആമേൻ. ഇന്ന് രാത്രി തമ്പുരാന്റെ വചനത്തിന് മുമ്പിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കൃപയുള്ളവർ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ട്. ഇത് സുവിശേഷ മഹായോഗമാ. ഇന്ന് രാത്രി ഇവിടെ ഭാവികൾ മാനസാന്തരപ്പെടും. കൃപയുള്ളവർ ആരാധിച്ചോ. ഇന്ന് രാത്രി നിന്റെ ആശുപത്രി ബില്ല് കത്തിച്ചു കളയുന്ന രാത്രിയാ. അന്ധകാരത്തിന്റെ ശക്തികൾ അടിയറവ് പറയുന്ന ദേശത്തെ ഹല്ലേലൂയ കെട്ടിവെച്ച ചങ്ങലക്കിട്ട് കുടുംബങ്ങളെ മുൻപോട്ട് വിടുകയില്ലെന്നും ആരാധിപ്പാൻ തടയുമെന്ന് പറഞ്ഞ് തട്ടഹസിച്ചു നിൽക്കുന്ന അന്ധകാരത്തിന്റെ പോരുകളെ കൃപയുള്ളവർ എന്റെ കൂടെ ആരാധിക്കുക. തകിടിന്റെ മേൽ കളം വരച്ച് മന്ത്രത്തിന്റെ അക്ഷരങ്ങൾ ഇടുതി ജനത്തിന്റെ നന്മയ്ക്ക് വിരോധമായി വയ്ക്കുന്ന മന്ത്രവാദ ആഭിചാര ശക്തികളെ ദൈവദാസന്മാരാണോ, ഈ ബന്ധൽ അടിയിലിരിക്കുന്നവർ പ്രാർത്ഥിക്കുന്നവരാണോ എങ്കിൽ നിങ്ങളുടെ നാവ് ചലിക്കട്ടെ, കരങ്ങൾ ചലിക്കട്ടെ. ഇന്ന് രാത്രി ദേശത്തെ കാവൽ പാലകർ, കാട്ടുപിശാചുക്കൾ, മന്ത്രവാദ ശക്തികൾ, ആഭിചാരത്തിന്റെ കെട്ടുകൾ, അന്ധകാരത്തിന്റെ പോരുകൾ, അതിന്റെ അമിക്കയറുകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വചനമെന്ന അഗ്നി ഇറങ്ങുമ്പോൾ, വചനത്തിന്റെ തീ വ്യാപരിക്കുമ്പോൾ കാത്തി ചാമ്പലാകുന്ന ശക്തിയുടെ ഹെഡ് ഓഫീസിന് ഇന്ന് രാത്രി തീയിടുന്ന രാത്രിയായ power of fire. ഇന്ന് രാത്രി ജനം എന്റെ കൂടെ പ്രാർത്ഥിക്കുക. ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരോ നിന്നെ തൊടുന്നത് പോലെ ഒരു ദൈവശക്തി നിന്നെ മേൽ ഇന്ന് രാത്രി തൊടട്ടെ. നിന്റെ ജീവിതം മാറുന്ന രാത്രിയാ. അടഞ്ഞുപോയ വാതിലുകൾ ദൈവം തുറക്കട്ടെ. നിന്റെ നന്മകൾ നഷ്ടപ്പെട്ടു പോയത് മടങ്ങി വരട്ടെ. തടഞ്ഞു വയ്ക്കപ്പെട്ട ദുഷ്ടപോരുകൾ ഇന്ന് രാത്രി ബ്ലോക്ക് ചെയ്യപ്പെടട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് വേണ്ടി അത്ഭുതത്തിന്റെ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി വിദ്യാഭ്യാസ മേഖലയിൽ നന്മയുടെ വാതിലുകൾ തുറക്കുന്ന ഒരു അധികാരത്തിന്റെ, അത്ഭുതത്തിന്റെ, ആശീർവാദത്തിന്റെ, അനുഗ്രഹത്തിന്റെ രാത്രിയായി അഭിഷേകമുള്ളവർ ആത്മാവിൽ ആരാധിക്കുക, കൃപ പ്രാപിച്ചവർ ആരാധിക്കുക. ഇത് വിടുതലിന്റെ രാത്രിയാ, ഇത് അത്ഭുതത്തിന്റെ രാത്രിയാ, ഇത് ദൈവ പ്രവർത്തിയുടെ രാത്രിയാ. നാളെ രാത്രി ഗ്രൗണ്ടിൽ കൺവെൻഷൻ ഇല്ല, ഇന്ന് രാത്രി പ്രാപിച്ചോളാം. Power of fire. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ക്ഷേമെടുക്കുന്ന കർത്താവേ, ദൈവകൃപയുടെ വ്യാപാരം നിറയട്ടെ, ജനം വിടുവിക്കപ്പെടട്ടെ. ഇതൊരു വെറുതെ വന്ന് തിരിച്ചു പോകുന്ന രാത്രിയാകാതെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അപ്പാ അപ്പനേ നിന്റെ മക്കളെ തൊടണം, അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ
ഹല്ലേലൂയ. ഈ രാത്രി യോഗം കഴിയുമ്പം ഇവിടെ വിളമ്പുന്ന സദ്യയും, ആമേൻ, ഈ സോണി സൗണ്ട്സ് എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ഡിജിറ്റൽ സൗണ്ട് സിസ്റ്റവും ഈ പന്തലും ഇതെല്ലാം സമ്മാനം പൊതിയാൻ വേണ്ടി മേടിച്ച വർണ്ണക്കടലാസാണ്. ഇതെല്ലാം സമ്മാനം പൊതിയാൻ വേണ്ടി മേടിച്ച വർണ്ണക്കടലാസ് എന്നുള്ളത് ആർക്കെല്ലാം വല്ലതും മനസ്സിലായോ? ദൈവമക്കളെ, എല്ലാവരും മുട്ട കിട്ടിയാൽ അത് പുഴുങ്ങിയോ എങ്ങനെയാണല്ലോ എൻ്റെ തോട് കളഞ്ഞിട്ടേ കഴിക്കൂ, കറക്റ്റ് അല്ലേ? പക്ഷെ അതുകൊണ്ട് തോടില്ലാതെ മുട്ട കിട്ടുമോ? ഞങ്ങൾക്ക് തോട് വേണ്ട, ഒരു 12 മുട്ട വേണം, കിട്ടുമോ? ഇല്ല. കിട്ടിക്കഴിയുമ്പോൾ തോട് കളയണം. നമ്മളെല്ലാ പഴങ്ങളും, ഏത്തക്കയാണേലും വാഴപ്പഴമാണേലും തൊലി കളഞ്ഞേ തിന്നും. തൊലി വേണോ? വേണ്ട. എന്നാൽ തൊലി ഇല്ലാതെ 1 കിലോ പഴം മേടിച്ച് കിട്ടൂല. ഈ കൺവെൻഷനിൽ ഈ വചന ശുശ്രൂഷ എന്ന് പറയുന്നതാണ് തിന്നാനുള്ള സാധനം, ബാക്കിയെല്ലാം തൊലിയാണ്. ഇതെല്ലാം പക്ഷെ പൊതിഞ്ഞ ഞങ്ങൾ തരുമ്പോൾ ഞങ്ങൾ പൊതിഞ്ഞ തരൂ. സദ്യയും ഇതെല്ലാം അതിനകത്തുള്ളതാ. ഹല്ലേലൂയ. പാട്ടങ്ങനല്ല കേട്ടോ. ശരിഗമ പദനിസ 7 അക്ഷരം കൊണ്ട് ശ്രുതി ലയ സ്വര സമ്മിശ്ര സമ്മേളനം മനുഷ്യന്റെ ഹൃദയത്തിന്റെ അഗാധതയിൽ ഉറങ്ങിക്കിടക്കുന്ന ആത്മീയ തന്ത്രികളെ തൊട്ടുണർത്തുക. എന്തിനാ വചന ശുശ്രൂഷയ്ക്ക് മുമ്പ് പാട്ട്? കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട്, കഴിഞ്ഞ 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട് ഹൃദയത്തിൻ്റെ വിജാഗരികളിൽ തുരുമ്പ് പിടിച്ചിട്ട് തുറക്കാൻ മേലാതെ, തുറക്കാൻ ശ്രമിക്കുമ്പോൾ കറകറ എന്ന ശബ്ദം കേൾക്കുന്ന ആ ഹൃദയത്തിൻ്റെ വിജാഗരിയിൽ ഇച്ചിരി എണ്ണ ഒഴിക്കുന്നതാണ് ഈ പാട്ട്. അങ്ങനെ ഞങ്ങളൊരു 5-8 പാട്ട് പാടി എണ്ണ ഒഴിച്ച്, ഇത്രയും പാടിയിട്ടും തുരുമ്പ് മാറാത്തവരിനകത്ത് ഇരിപ്പുണ്ട്. കൈ പൊക്കണ്ട, പ്രൈസലോ. സമയമില്ലാത്തതുകൊണ്ട് ഇനി തുരുമ്പ് മാറുകയല്ല. അമ്മ ഈ തുരുമ്പൊന്ന് മാറ്റിയിട്ട് ഈ കഥ ഒന്ന് തുറന്നു വെക്കുമ്പം ആ വചനമകത്തോട്ട് കയറാനാ. കൃപയുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്, കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചാട്. ഹല്ലേലൂയ. ഞങ്ങളെക്കാൾ നല്ലപോലെ പാടുന്നവർ ലോകത്തിലുണ്ട്, ആമേൻ. പക്ഷെ ആ പാട്ടെല്ലാം കേൾക്കാനുള്ളത്, ആ പാട്ടെല്ലാം കേൾക്കാനുള്ളതാണ്. പക്ഷേ കൃപയുള്ളവരുടെ പാട്ട് കേൾക്കാനുള്ളതല്ല, കാണാനുള്ളതാ. ആമേൻ. അവൻ എൻ്റെ നാവിൽ പുതിയൊരു പാട്ട് തന്നു. അടുത്ത സെൻറ്റൻസ് ആർക്ക് പറയാം? പലരും അത്, ബാക്കി പറഞ്ഞേ, 150 സങ്കീർത്തനം 8 വർഷം വായിച്ചല്ലേ. പലരും അത് കേട്ടെന്നല്ല, അത് കണ്ട്. അഭിഷേകമുള്ളവരുടെ ആരാധന ദൂരെ നിന്ന് കേൾക്കാനുള്ളതല്ല. അതുകൊണ്ടാണ് ഈ ആരാധനയുടെ ശബ്ദം കേട്ടിട്ട് കൊണ്ട് കേസ് കൊടുത്തവരെല്ലാം ആരാധനയ്ക്കകത്ത് കയറി ഇതിപ്പോൾ ആരാധിക്കുന്നുണ്ട്. കാരണം അവർ കേട്ടപ്പോൾ കേസ് കൊടുത്തു, അകത്ത് വന്ന് കണ്ടപ്പോൾ കയറി ആരാധിച്ച് കളഞ്ഞപ്പോൾ ഇടി കിട്ടിയ നിങ്ങൾക്ക് ഹല്ലേലൂയ. കേട്ടപ്പോൾ ഒരു അരോചകം പോലെ തോന്നി. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇത് ആരാധനയാ. ഇന്ന് രാത്രി വചനം നീ വിട്ടുകളഞ്ഞാൽ ബാക്കിയെല്ലാം പോയി. സ്തോത്രം. ഏറ്റവും പ്രധാനം വചനമാണ്. ആരാധിക്കേണ്ടവരെല്ലാം ആരാധിച്ചോണം, കർത്താവിനെ സ്തുതിച്ചോണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് കൈയടിക്കാതെയോ സ്തോത്രം പറയാതെയോ പ്രാർത്ഥിക്കാതെയോ ആട്ടുകല്ലിന് കാറ്റ് പിടിക്കുന്ന പോലെ വേണമെങ്കിരിക്കാം, വിരോധമൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ അടുത്തിരിക്കുന്ന മലയാളിയാന്ന് ഓർക്കണം. നിങ്ങളുടെ അടുത്തിരിക്കുന്ന മലയാളിയാന്ന് ഓർത്തോണം. മലയാളിയുടെ സ്വഭാവം അറിയോ? സ്വന്തം കാര്യത്തേക്കാൾ അടുത്തിരിക്കുന്നവൻ എന്ത് ചെയ്യുന്നതാണ് നോക്കുന്നത്. അതാണ് മലയാളിയുടെ പ്രത്യേകത. അവർ മനസ്സിൽ പറയും, ഈ പിശാച് ഏത് സഭയിൽ നിന്ന് വന്നതാ, വന്നപ്പം മുതൽ ഞാൻ നോക്കുന്നു, ആമേൻ, ഒരു വാ പോലും തുറക്കുന്നില്ല. ഏത് പിശാച് ഏത് സഭയിൽ നിന്ന് വന്നതാ? എന്നിട്ട് ഇങ്ങനെ പറയും, ദൈവമേ, എനിക്കിന്ന് രാത്രി മാത്രം ഇയാളെ സഹിച്ചാൽ മതി, ഇയാളെ വർഷങ്ങളായിട്ട് സഹിക്കുന്ന പാസ്റ്റർക്ക് ഓർത്ത് സ്തോത്രം ചെയ്യുന്നത് പറയും. അങ്ങനെ പറയാതിരിക്കാൻ ഇടയ്ക്കൊക്കെ വാ തുറന്നൊരു സ്തോത്രമൊക്കെ പറഞ്ഞ് അടുത്തിരിക്കുന്നവരൊന്നും പറയാതിരിക്കാൻ ഒരു സന്തോഷമൊക്കെ. ഹല്ലേലൂയ. സ്തോത്രം. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി ഞാൻ വചനത്തിൻ്റെ ആഴത്തിലേക്ക് കടക്കാൻ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. അപ്പോസ്തലൻ പൗലോസ് പറയാ, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകാൻ. പൗലോസ് ഇത് എവിടുന്നാ വന്നേ? 1 തീമോഥെയോസ് 1 അധ്യായത്തിന്റെ 13 വാക്യം. മുമ്പേ ഞാൻ ഉപദ്രവിയും നിഷ്ഠൂരനും ദുഷ്ടനുമായിരുന്നു. ഹല്ലേലൂയ. അവൻ എടുക്കാന്ന് വായിച്ചോണം. അവൻ 1 തീമോഥെയോസ് 1 അധ്യായത്തിന്റെ 13 വാക്യം. പൗലോസ് പറയാ, മുമ്പേ, പണ്ട്. വായിച്ചോ. അമേൻ. 1 അധ്യായത്തിന്റെ 13 വാക്യം. മുമ്പേ ദൂഷകനും. അങ്ങനെ എളുപ്പം വായിക്കുന്നത് ഓരോന്നായിട്ട് പറയാം. മുമ്പേ ഞാൻ നേരത്തെ ദൂഷകനും
ഉപദ്രവിയും നിഷ്ഠൂരനും ആയിരുന്നു. എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതുകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. ഒന്ന് കൈയടിക്ക. ഇന്ന് രാത്രി മുമ്പേ ഞാൻ നേരത്തെ പാപിയായിരുന്നു, മദ്യപാനിയായിരുന്നു, വെറിക്കൂത്തുകാരനായിരുന്നു, ആർക്കും വേണ്ടാത്തവനായിരുന്നു. നാട്ടിൽ എന്റെ അഡ്രസ് അവന്റെ കൂടെ കൂടരുത്, അവനെ കാണരുതെന്ന് എല്ലാവരും പറയുന്ന നാട്ടിലെ ആർക്കും വേണ്ടാത്തവനായിരുന്നു. എന്നാൽ അറിയാതെ അവിശ്വാസത്താൽ ചെയ്തതുകൊണ്ട് എനിക്ക് ദൈവത്തിന്റെ കരുണ ലഭിച്ചെന്ന് സ്തോത്രം പറഞ്ഞ ദൈവത്തെ സ്തുതിച്ചട്ടെ. ഇനി ഇന്ന് രാത്രി പ്രസംഗത്തിന്റെ വിഷയത്തിലേക്ക് വരാം. ദൂഷകനായിരുന്നവൻ, ഉപദ്രവിയായിരുന്നവൻ, മുമ്പേ ആർക്കും വേണ്ടാത്തവനായിരുന്നവൻ, എല്ലാവരും തള്ളിക്കളഞ്ഞവൻ, ഇപ്പോൾ പറയാ ഞാൻ ക്രിസ്തുവിന്റെ മനസ്സുള്ളവനായി. എന്താ ഈ ഹൃദയത്തിനൊത്തുണ്ടായ മാറ്റം? എന്റെ ശരീരത്തിന് മാറ്റമുണ്ടായി നല്ല പൗലോസ് പറഞ്ഞത്. മുമ്പേ 50 കിലോ ഉണ്ടായിരുന്ന ഞാൻ ഇപ്പൊ 96 കിലോ ഉണ്ടെന്നല്ല പറഞ്ഞത്. ഹല്ലേലൂയ. മുമ്പേ കാണാൻ കൊള്ളാതിരുന്ന ഞാൻ ഇപ്പൊ ഞാൻ സൗന്ദര്യമുള്ളവനാന്നല്ല പറഞ്ഞത്. മുമ്പേ എന്റെ മനസ്സ് ദുഷ്ട മനസ്സായിരുന്നു, മുമ്പേ ഞാൻ ദൂഷകനായിരുന്നു. എനിക്ക് വന്ന മാറ്റം എൻ്റെ ശരീരത്തിലല്ല, എനിക്ക് വന്ന മാറ്റം എൻ്റെ സൗന്ദര്യത്തിലല്ല, ഇനി തൊലിപ്പുറത്ത് വന്ന മാറ്റമല്ല, എൻ്റെ ഹൃദയം മാറി. നമുക്കിന്ന് രാത്രി പൗലോസേ, ഇന്ന് രാത്രി ഞങ്ങൾക്ക് കൊട്ടർക്കോണം, മേൽപ്പാല, കാരക്കോണം, ഈ ചുറ്റുപാട് ഞങ്ങളുടെ ദേശത്തുള്ള ഇന്ന് രാത്രി കേൾക്കാമെന്ന് ആര്യനാടുള്ള അല്ല തിരുവനന്തപുരം ജില്ലയിലുള്ള കേരളത്തിലുള്ള ഞങ്ങൾക്കറിയേണ്ടത് ഹൗ യു ചേഞ്ച്, ഹൗ ദ റാഡിക്കൽ ചേഞ്ച് ഹാപ്പൻഡ്. എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്? ഹൗ ദ ഫണ്ടമെന്റൽ ചേഞ്ച് ഹാപ്പൻഡ് ഇൻ യുവർ ലൈഫ്. നിന്റെ ജീവിതത്തിലെ അടിസ്ഥാനപരമായ മാറ്റം എങ്ങനെ ഉണ്ടായി? സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ, കൃപയിൽ നിറഞ്ഞ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. നമുക്ക് ഓരോ വാക്യത്തിലേക്ക് കടക്കാം. ആമേൻ. വാക്യം 1 തിമോഥെയോസ് 1:15 വാക്യം. യെസ്, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദ റാഡിക്കൽ ചേഞ്ച് ഓഫ് പോൾസ് ലൈഫ്. പൗലോസിന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ സ്റ്റെപ്പ് ഒന്ന് കുറിച്ചു വെച്ചോ. അതിനടുത്തൊരു സെന്റൻസ് കിടപ്പുണ്ട്, വായിച്ചോ ദേവദാസ്. അതൂടെ ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ഇനി എന്റെ കൂടെ നിങ്ങൾ നിൽക്കുക. ഹല്ലേലൂയ. എല്ലാ തല ഉയർത്തി പിടിച്ചോ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ആരായി പറഞ്ഞത്? ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എന്റെ കൂടെ ഒന്ന് നിൽക്കുക, നിങ്ങൾ കൂടെ ഒന്ന് നിൽക്കുക. ആമേൻ. എപ്പിക്യൂറിനിസം, സ്റ്റോയിസിസം, പ്ലാറ്റോണിസം, സിനിസിസം, നോസ്റ്റിസം തുടങ്ങിയ ആമേൻ 1-ാം നൂറ്റാണ്ടിലെ ദോഷിക ദാർശനിക ശാസ്ത്രങ്ങൾ ബൗദ്ധികമായ, സാംസ്കാരികമായ, താത്വികമായ അന്നത്തെ പാണ്ഡിത്യങ്ങൾ മുഴുവൻ തലയ്ക്കകത്ത് കൊത്തി നിറച്ച് തത്വചിന്തയുടെ കുറെ ചിന്തകളുമായിട്ട് ഈ മസ്തിഷ്കം മുഴുവൻ മത്തുപിടിപ്പിച്ച ഒരു പൗലോസ്. പൗലോസിനെ കുറിച്ച് പറയാനുണ്ട്. പൗലോസ് നിനക്ക് എന്തറിയാം? പൗലോസിന്റെ മറുപടി എനിക്ക് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം 5 പുസ്തകങ്ങൾ കാണാപ്പാടം അറിയാം. സന്നഹത്രി സംഘത്തിന് അംഗമാകണമെങ്കിൽ ഈ യഹൂദന്റെ ചരിത്രം പഠിക്കണം, ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കണമെങ്കിൽ, സന്നഹത്രി സംഘത്തിൽ അംഗമാകണമെങ്കിൽ ആദ്യത്തെ 5 പുസ്തകം കാണാപ്പാടം പഠിക്കണം. പാസ്റ്റർ എന്നോട് നിങ്ങൾ ക്ഷമിക്കണം, രതീഷ് പാസ്റ്റർ ക്ഷമിക്കണം. 250 വാക്യം മുതൽ കാണാപ്പാടം അറിയാത്തവരെ പാസ്റ്ററാക്കരുതുള്ള അഭിപ്രായക്കാരൊക്കെ അല്ലല്ലോ. അങ്ങനെ ഒരു നിബന്ധന കേരളത്തിൽ വന്നാൽ, ഇന്ത്യയിൽ വന്നാൽ ഒരുപാട് പാസ്റ്റർമാർ പിരിഞ്ഞു പോകേണ്ടി വരും. ഉൽപ്പത്തിയും പുറപ്പാട്, ലേവ്യ, സംഖ്യയും 5 പുസ്തകം കാണാപ്പാടം പഠിച്ച് സന്നഹത്തിലെ സംഘത്തിൽ അംഗമായവൻ, തികവുറ്റ താർക്കികൻ, കിടയറ്റ ചിന്തകൻ, മികവുറ്റ എഴുത്തുകാരൻ, ആയുർ, ആരോഗ്യ, സുഖഭോഗ, മാനാഭിമാനം ഇത്യാദി പരിത്യജിച്ച ത്യാഗവര്യൻ അപ്പോസ്തലനായ പൗലോസ്. പൗലോസ് ദൈവത്തെ അറിയാത്തവനെന്ന് ആര് പറഞ്ഞു? പൗലോസിന് യേശുക്രിസ്തുവിനെ അറിയത്തില്ലായിരുന്നു. പൗലോസിന് ദൈവത്തെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഡമസ്കോസിന്റെ പടിക്കൽ വെച്ചാൽ ഒരു മിന്നുന്ന വെളിച്ചം തനിക്ക് ചുറ്റും മിന്നിയപ്പോൾ താൻ ചോദിച്ച ചോദ്യം ആർക്കാലും ഓർമ്മയുണ്ടോ? നീ ആരാകുന്നു കർത്താവേ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ആരെ അറിയാം? കർത്താവിനെ അറിയാം. പക്ഷെ പറഞ്ഞു, ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു. ഹല്ലേലൂയ. പൗലോസിന് കർത്താവിനെ അറിയാം. എന്റെ ഭാഷ പറഞ്ഞ പുള്ളി ഒരു യഹോവ സാക്ഷിക്കാരനായിരിക്കണം. പുള്ളിക്ക് യേശു ക്രിസ്തുവിൽ അവിശ്വാസമല്ലാതെ ആമേൻ. യഹോവയെ ദൈവത്തെ അറിയാം, ന്യായപ്രമാണം അറിയാം. ക്രിസ്ത്യാനികളെ കൊന്നുമുടിക്കുവാൻ അധികാരപത്രം വാങ്ങി ഡമസ്കോസിന്റെ പടിവരി വിടുന്ന ആ പൗലോസ്, അധികാരപത്രം കയ്യിലുള്ളവൻ, ആരെ ഭയമില്ലാത്തവൻ, അധികാരികളുടെ മുമ്പിൽ ആമേൻ ഓച്ചാനിച്ച് നിൽക്കണ്ടാതെ പത്രം കയ്യിലുള്ളവനായ പൗലോസ്
ആ പൗലോസിന്റെ മാറ്റം പറയാണ്. ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ വന്നു, എന്റെ പാപം യേശു മോചിച്ചു, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ഓ, കൃപയുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിയാട്ടെ, സന്തോഷത്തോടെ കർത്താവിനൊന്ന് സ്തുതിച്ചു തുടങ്ങിയാട്ടെ. ഇന്ന് രാത്രി ശ്രദ്ധിക്കുക, പൗലോസിൽ വന്ന മാറ്റം എവിടെയാണ് തുടങ്ങിയത്? ഫിലിപ്പിയൻ കാരാഗ്രഹത്തിനകത്ത് പൗലോസ് കിടക്കുക, രണ്ട് കാലും അമേൻ തടിക്കകത്ത് ദ്വാരമിട്ടിട്ട് കാലിറക്കിയിട്ടിരിക്കുകയാണ്. ആമമാണ് ആമം. എന്നിട്ട് ചങ്ങലക്കിട്ട് പൂട്ടിയിരിക്കുക, എന്നിട്ട് കയ്യിൽ ചങ്ങലയാ. ഇത് വലിച്ചുകൊണ്ട് വേണം കാരാഗ്രഹത്തിൽ കൂടെ പൗലോസിന് നടക്കാൻ. ആമേ, കാരാഗ്രഹത്തിനകത്ത് ഒന്നും കുറയെ 40 അടി 5 വട്ടം 39 അടി 5 പ്രാവശ്യം കൊള്ളുമ്പോൾ ചുമ്മാ ഇവിടെ നിന്ന് കൂട്ടി നോക്ക്, അത്രയ്ക്കും താൻ അടി കൊണ്ടിട്ടുണ്ട്. തൻ്റെ കോലിനാളുള്ള അടി വേറെ. ഒരുപാട് ഉപദ്രവങ്ങൾ സഹിച്ചവനാ, ഒരുപാട് വേദന സഹിച്ചവനാ. എന്നിട്ടും കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ആമേൻ ഫിലിപ്പിയൻ കാരാഗ്രഹത്തിൽ കിടന്ന് ലേഖനം എഴുതുമ്പോൾ, ഓ സ്തോത്രം പറ, ഫിലിപ്പിയർക്ക് താൻ ലേഖനം എഴുതുമ്പോൾ, നമ്മളൊക്കെ ജയിലിൽ കിടന്നാൽ ബൈ ചാൻസ് ഏതെങ്കിലും സുവിശേഷം കൊടുത്തതിൻ്റെ പേരിലോ എങ്ങനെ ജയിലിൽ കിടന്നുകൊണ്ട് സഭയ്ക്കൊരു എഴുത്തെഴുതുന്ന മനസ്സിലൊന്ന് ഓർത്ത് വയ്ക്കേ. സ്നേഹം നിറഞ്ഞ പാസ്റ്റർ അറിയുന്നതിന് ഒരു ദിവസം ഞാൻ ജാമ്യത്തിൽ ഇറങ്ങി സഭയിലോട്ട് വരുന്നുണ്ട്, കാണിച്ചു തരാം. എൻ്റെ സ്വോത്രകാഴ്ചയും ദേശാംശം വാങ്ങി തിന്നച്ച് ഒരേത്തപ്പോഴെങ്കിലും മേടിച്ചോണ്ട് നിങ്ങൾക്ക് ജയിലിലൊന്ന് വന്നുകൂടായിരുന്നു. ഇതൊക്കെ ആയിരിക്കും നമ്മുടെ കത്ത് അതായിരിക്കും. എന്നാൽ പൗലോസ് ജയിലിൽ കിടന്ന് അടി മുഴുവൻ കൊണ്ടിട്ട് പൗലോസിന്റെ ലേഖനം ഒന്ന് വായിച്ചേ. ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പിൻ, അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുന്നള്ളിക്കും മടുപ്പില്ല. നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശു പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും നാം തന്നെ വല്ലവർക്കും ജഡത്തിൽ ആശ്രയിക്കാമെങ്കിൽ എനിക്കധികം. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രാൾ ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ന്യായപ്രമാണത്തിൽ നീതി സംബന്ധിച്ച് അനിന്യൻ, എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെയോ ക്രിസ്തു നിമിത്തം ഛേദമെന്നിരിക്കുന്നു. അത്രയുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ സേട്ട നിമിത്തം ഞാൻ എല്ലാം ഉപേക്ഷിച്ച് അവർ നിന്നു ലഭിച്ചു കഴിഞ്ഞൊന്ന് തികഞ്ഞവനായി എന്നല്ല, ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ചാൽ പിന്തുടർന്നേ ഉള്ളൂ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളത് ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. നമ്മിൽ തികഞ്ഞവരൊക്കെ ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ശത്രുക്കളായി നടക്കുന്നുവെന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് പറയുന്നു. അവരുടെ ദൈവം വയറ്, അവർക്ക് ലജ്ജാതിൽ മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ള ചിന്തിക്കുന്നു, അവർ അവസാന നാശം. നമ്മുടെ പൗരത്വമോ അത് സ്വർഗത്തിലാകുന്നു, നമ്മുടെ പൗരത്വമോ അത് സ്വർഗത്തിലാകുന്നു. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിക്കുക. നമ്മുടെ പൗരത്വമോ അടികൊണ്ട് ശരീരം മുഴുവൻ മുറിവേറ്റവനായി ജയിലിനകത്ത് കിടന്നോണ്ട് പൗലോസ് എഴുതുന്ന വാക്കുകൾ, ഓ തന്നെ. അമേൻ. കപ്പൽ വ്യാപാരിയുടെ മകനാ, തർസോസിലെ കോടീശ്വരന്റെ മകനാ, അപ്പന് കപ്പല് കച്ചവടമാ. ഓ, ഇഷ്ടം പോലെ സ്വത്തുള്ളവൻ, എല്ലാം വിട്ടെറിഞ്ഞ് പൗലോസ് എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ക്രിസ്തുയേശു നിമിത്തം ഓ ഛേദമെന്നിരിക്കുന്നു. ഹല്ലേലൂയ. കൃപയുള്ളവർ എൻ്റെ കൂടെ ആരാധിക്കാൻ മനസ്സുള്ളവർ അല്പസമയം ദൈവത്തെ ആരാധിച്ചോ. വാരിക്കൂട്ടുന്നവനെ അല്ല ദൈവത്തിന്റെ മനസ്സുള്ളവൻ വലിച്ചെറിയുന്നവനാ. ഇന്ന് രാത്രികാല കൃപയുള്ളവർ ദൈവത്തെ സ്തുതിക്കുക. 5 തലമുറയ്ക്കും 6 തലമുറയ്ക്കും അതിനപ്പുറം തിന്നാൻ സ്വന്തം പേരിലും പിന്നെ മാഫിയയുടെ പേരിലും ഇഷ്ടം പോലെ വാരിക്കൂട്ടിയിട്ട് ബൈബിൾ കൊണ്ട് നടക്കുന്നവനെ അല്ല ദൈവത്തിന് വേണ്ടത്. അവൻ അത്താഴപ്പട്ടിണിക്കാരന്റെ ഹൃദയം വേദനിക്കുന്നവന്റെ വിശക്കുന്നവന്റെ അവൻ മനസ്സറിയുന്ന അവനാണ് ദൈവത്തിന്റെ മനസ്സുള്ളവൻ എന്ന് രാത്രി പൗലോസ് പറയാ. കൃപയുള്ളവർ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന വചനത്തിന് ആഴമറിയുന്നവർ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് രാത്രി ആരാ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ? ആമേൻ പറയാ. ലാഭമെന്ന് പറയുന്നത് സ്തോത്രം. ഹല്ലേലൂയ. കച്ചവടത്തിൽ ലാഭം, കല്യാണത്തിൽ ലാഭം. എന്തിനേറെ സ്വന്തം അപ്പൻ്റെ ശവം അടക്കാൻ ശവപ്പെട്ടി മേടിച്ചവൻ മോൻ പറയാ ഇപ്രാവശ്യം എന്തായാലും പെട്ടി ലാഭത്തിന് കിട്ടിയെന്ന്. അപ്പനെ അടക്കുന്ന ശവപ്പെട്ടിയിൽ വരെ ലാഭം നോക്കുന്ന ലോകം. ഇവിടെ പറയാ ലാഭത്തിന്റെ പുറകിന് കൊടുക്കുക. പക്ഷെ പൗലോസ് പറയാ എനിക്ക് ലാഭമായിരുന്നത്. ഓ കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചോ. എനിക്ക് ലാഭമായിരുന്നത് എന്താ? ക്രിസ്തുവിന്റെ മനസ്സുണ്ടാകാൻ, ക്രിസ്തുവിനെ പോലെയാകാൻ, ക്രിസ്തുവിന്റെ ആ ഭാവമകത്ത് വരാൻ തന്നിലൊരു ആരംഭം കുറിക്കുക.
അവൻ താൻ 8-ാം നാളിൽ പരിച്ഛേദനേറ്റവൻ. ഇസ്രായേൽ ജാതിക്കാരനാ. AD 52 തോമാസിലേക്ക് വന്ന കാലത്ത് കള്ളി, കാലിയാങ്കൽ, ശങ്കരമംഗലം, പകലോമറ്റം 4 ബ്രാഹ്മണ കുടുംബങ്ങൾ പട്ടത്തം കിട്ടി. AD 325 AD 70 കുടുംബം കൊടുങ്ങല്ലൂർ മുസ്ലിം തുറമുഖത്ത് വന്നിറങ്ങി. അങ്ങനെ ഞങ്ങളെല്ലാവരും സുക്രിയാണ്. ഞങ്ങളെല്ലാവരും സുക്രി, നിങ്ങളെല്ലാവരും അക്രി. കേട്ടിട്ടില്ല? എന്നാ എഴുതിയെടുത്തോ. കുറെ ക്രിയുണ്ട് കേരളത്തിൽ. അക്രി, സുക്രി, ജക്രി, നക്രി, പുക്രി. എഴുതിയെടുത്തോ. പുക്രി എന്ന് പറഞ്ഞാൽ പുതു ക്രിസ്ത്യാനി, അക്രി എന്ന് പറഞ്ഞാൽ അവസ ക്രിസ്ത്യാനി. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം വെച്ചാൽ അവസ ക്രിസ്ത്യാനി എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു സുഖമില്ലാത്ത ക്രിസ്ത്യാനി ആയിരിക്കും ഈ അവസനായിട്ട് കിടക്കുന്നത്. അക്രി എന്ന് പറഞ്ഞാൽ അവസ ക്രിസ്ത്യാനി, പുക്രി പുതു ക്രിസ്ത്യാനി, ചക്രി ജാതി ക്രിസ്ത്യാനി, നക്രി നസ്രാണി ക്രിസ്ത്യാനി, പുക്രി സുക്രി സുറിയാനി ക്രിസ്ത്യാനി. ഇന്ന് രാത്രി കൃപയുള്ളവർ എൻ്റെ കൂടെ നിൽക്കുക. തമ്പുരാൻ ഇന്ന് രാത്രി വിളിച്ചു പറയാ, അല്ലെങ്കിൽ യേശു ക്രിസ്തു അകത്തുള്ളവരാ ക്രിസ്ത്യാനി. ആമേൻ, ഹല്ലേലൂയ. തൊലിയുടെ നിറം നോക്കി ക്രിസ്ത്യാനിയാക്കുന്ന പദ്ധതിയല്ല വിശുദ്ധ ബൈബിളിൻ്റെത്. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ വേദപുസ്തകത്തിൽ ക്രിസ്ത്യാനി എന്ന പദം ബൈബിളിൽ 3 സ്ഥലത്തേ ഉള്ളൂ. അപ്പോസ്തലപ്രവൃത്തി 11:26, 1 പത്രോസ് 4:16, അപ്പോസ്തലപ്രവൃത്തി 26:28. ഈ 3 സ്ഥലങ്ങളിലും ക്രിസ്ത്യാനിക്ക് പാരമ്പര്യമില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി പറയുന്നത്, അന്ത്യോക്യയിൽ വെച്ച് സഭായോഗങ്ങളിൽ സംബന്ധിക്കുന്നവനെ, ബഹുജനത്തെ ഉപദേശിക്കുന്ന ക്രിസ്ത്യാനികളെന്ന് വിളിച്ചെന്നാ. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി ബൈബിളും കൊണ്ട് നടക്കുന്നവനല്ല ക്രിസ്ത്യാനി, പള്ളിക്കകത്ത് രജിസ്റ്റർ പേരുള്ളവനല്ല ക്രിസ്ത്യാനി. ഇന്ന് രാത്രി പൗലോസാ പറഞ്ഞത്, ഞാൻ 8-ാം നാളിൽ പരിച്ഛേദനേറ്റവനാ, ഇസ്രായേൽ ജാതിക്കാരനാ, ബെന്യാമിൻ ഗോത്രക്കാരനാ. പക്ഷെ ഇതൊന്നുമല്ല എന്നെ ക്രിസ്ത്യാനിയാക്കിയത്. എന്താ? ക്രിസ്തു എന്റെ പാപം മോചിച്ചതുകൊണ്ട് എന്റെ ഹൃദയത്തിന്റെ വാതില് ഞാൻ എന്റെ പ്രാണനാഥന് വേണ്ടി തുറന്നു കൊടുത്ത് എന്റെ നാഥൻ എന്റെ ഹൃദയത്തിനകത്ത് വാസം ചെയ്തത്. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. മണിമേടയിലും മട്ടുപ്പാവിലും കോട്ട കൊത്തളങ്ങളിലും മാർബിൾ സൗധങ്ങളിലും മനുഷ്യനുണ്ടാക്കിയ കണ്ണാടി കൂടുകളിലുമല്ല, ഇന്ന് രാത്രി ജീവനുള്ള ദൈവന്റെ ഹൃദയത്തിനകത്ത് ഉണ്ടെന്ന് ഉറപ്പുള്ളവരുടെ കയ്യടി, അവരുടെ സ്തോത്രങ്ങൾ, അവരുടെ ആരാധന ഇന്ന് രാത്രി ദേശത്ത് മുഴങ്ങട്ടെ. യേശു ക്രിസ്തു ഇന്ന് രാത്രികാലം അത് മോസ്കിൽ പാർക്കുന്നവനല്ല, അമ്പലത്തിൽ, കോവിലുകളിൽ, പള്ളികളിൽ, കെട്ടിടങ്ങളിൽ പാർക്കുന്നവനല്ല. ഇന്ന് രാത്രി ജീവനുള്ള ദൈവത്തിന്റെ അവൻ ജീവനുള്ള മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് ഇന്ന് രാത്രി യേശു വസിക്കുന്നു. അവൻ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുക. മനസ്സ് നിറഞ്ഞ ദൈവത്തെ സ്തുതിക്കുക. ജീവിതത്തിലെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ എന്താണെന്നറിയോ? യേശുവിൻ്റെ ഹൃദയത്തിലുണ്ടെന്നുള്ള. ആമേൻ. ഒന്നുമില്ല, നിനക്ക് ഒരു സ്വത്തും വേണ്ട. ആമേൻ. നിന്റെ കെട്ടിടം വലിയ കെട്ടിടമാകണമെന്നില്ല, ബ്രാൻഡഡ് കാറൊന്നും വേണ്ട, ബാങ്ക് ബാലൻസ് വേണ്ട. ക്രിസ്തു അകത്തുണ്ടോ? യേശു അകത്തുണ്ടോ? നീ സമ്പന്നനാ. കൃപയുള്ള എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്ന രാത്രി സന്തോഷത്തോടെ. ഹല്ലേലൂയ. പൗലോസേ, ഇന്ന് രാത്രി ഞങ്ങൾക്ക് സമയത്തിൻ്റെ പരിമിതിയുണ്ട്, അതുകൊണ്ട് അല്പം വേഗത്തിൽ ഞങ്ങൾ പോവുക. പൗലോസ്, നിന്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്താ? എന്തുകൊണ്ടാണ് നിഷ്ഠൂരനായിരുന്ന, ദൂഷകനായിരുന്ന നിന്റെ മനസ്സ് ക്രിസ്തുവിൻ്റെ മനസ്സായത്? അങ്ങനെയാണ്. നമ്പർ 1, ഒന്നാമത്തെ കാര്യം പറയാ, എൻ്റെ ഹൃദയം ഞാൻ കർത്താവിന് കൊടുത്തു. എൻ്റെ ഹൃദയം ഞാൻ കർത്താവിന് കൊടുത്തു. ഹല്ലേലൂയ. ഹൃദയം കർത്താവിന് കൊടുത്തപ്പോൾ കർത്താവ് എന്താ ചെയ്ത? എൻ്റെ ഹൃദയം കല്ലായിരുന്ന എൻ്റെ ഹൃദയത്തെ, പാപം നിറഞ്ഞിരുന്ന എൻ്റെ ഹൃദയത്തെ, ദൂഷണം നിറഞ്ഞിരുന്ന എൻ്റെ ഹൃദയത്തെ അവൻ മാറ്റി. ക്രിസ്തു എൻ്റെ അകത്ത്. അമേൻ. അതാണ് 1 കൊരിന്ത്യർ 3-ാമത്തെ വാക്യം. എളുപ്പം വായിച്ചോ. വാക്യം എനിക്കറിയാം. അമേൻ. നിങ്ങളുടെ ഹൃദയം ദൈവത്തിന്റെ മന്ദിരം. ഒന്ന് വായിച്ചു കേൾപ്പിച്ചോ. ഒന്ന് വായിച്ചോ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? കർത്താവ് എൻ്റെ ഹൃദയത്തിനകത്തുണ്ടെന്ന് ഉറപ്പുള്ളവരെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. എന്നിട്ട് ഇടത്തോട്ടും വലത്തോട്ടും നോക്കി ആരെങ്കിലും കരം പൊക്കാനുണ്ടോ എന്നൊന്ന് നോക്കിയേ. ആമേൻ. സത്രം പറഞ്ഞ് താത്തിട്ടു. ലലിയ സ്തോത്രം പറഞ്ഞാട്ടെ. എൻ്റെ ദൈവത്തിന് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പാർക്കുവാൻ ഇന്ന് രാത്രി റാസയും കഴുന്നിരുന്നിപ്പം ഉരുളികമത്തും ചണ്ടകൊട്ടും ഓട്ടവും ചാട്ടവും പൂത്തിരിയും കഥനാപടിയും നേർച്ചക്കോഴിയും ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ആ ഇരിക്കുന്നിടത്ത്, ഒരുപക്ഷെ ഓൺലൈനിൽ, സ്വന്തം വീടിൻ്റെ വരാന്തയിൽ ഒരു മൊബൈൽ ഫോണിനകത്തൂടെ ആയിരിക്കും പ്രസംഗിക്കുന്നത്. ആ ഇരിക്കുന്നിടത്തിരുന്ന്, പ്രാണനാഥനെ, എൻ്റെ ഹൃദയം ഞാൻ നിനക്ക് വേണ്ടി തുറന്നു തരുന്നു, എൻ്റെ ഹൃദയത്തിൽ അങ്ങ് വാസം ചെയ്യണമെന്ന് പറഞ്ഞാൽ, ആമേൻ, അഖിലാണ്ടത്തിന്റെ ഉടയവൻ,
നിന്റെ ഒരൗൺസ് ഹൃദയത്തിനകത്ത് നിന്ന് രാത്രി ഇറങ്ങി വരും. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം അതിങ്ങനെയാ: ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഒന്ന് സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ.